പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇരമ്യാവിന് യഹോവയിൽ നിന്നുണ്ടായ അരുളപ്പാട്. ഇരമ്യാവിൻ്റെ പുസ്തകം 33 അധ്യായം 3 വാക്യത്തിൽ വായിക്കുന്നു. എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. ഇറ്റ്സ് ആൻ ഇൻവിറ്റേഷൻ ടു പ്രേയർ. ഗോഡ് അഷ്യൂർസ് ദാറ്റ് ഹി വിൽ ലിസൺ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ധാരാളം പ്രാർത്ഥനകൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. മച്ചിയായിരുന്ന ഹന്ന ഒരു ദൈവ പൈതലിനു വേണ്ടി മനോവ്യസനത്തോടെ കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്കുത്തരമായി ശമൂവേൽ ബാലനെ അവൾക്ക് കൊടുത്തതായി ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. ഹൃദയം നുറുങ്ങി മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ച ഹന്നായിക്ക് ദൈവം മറുപടി കൊടുത്തതുപോലെ നാം ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നു മാനിക്കും. വിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. ദൈവത്തെക്കുറിച്ച് പറയുന്നത്, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ പ്രതിക്രിയ ചെയ്ത് രക്ഷിക്കുന്ന ദൈവം എന്നാണ്. വീണ്ടും 1 രാജാക്കന്മാരുടെ പുസ്തകം 3 അധ്യായത്തിൽ സലോമോന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചു എന്ന് കാണുന്നു. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുവാൻ ദൈവം രാത്രിയിൽ സലോമോന് പ്രത്യക്ഷനായി പറഞ്ഞപ്പോൾ താൻ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും ചോദിക്കാതെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിച്ചത് ദൈവത്തിന് പ്രസാദമായി. ശലോമോൻ അപേക്ഷിച്ചതുപോലെ വിവേകമുള്ള ഹൃദയം കൊടുത്തു. അതുകൂടാതെ താൻ ചോദിക്കാത്ത സമ്പത്തും മഹത്വവും കൂടെ ദൈവം ശലോമോന് കൊടുത്തു എന്ന് കാണുന്നു. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമുള്ളതാണെങ്കിൽ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരുവാൻ ദൈവം ശക്തനാണ്. സദൃശവാക്യങ്ങൾ 30 അധ്യായത്തിൽ ആഗൂർ എന്ന ഒരു പുരുഷന്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചതായി എഴുതിയിരിക്കുന്നു. 2 കാര്യം മാത്രമാണ് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. വ്യാജവും ഭോഷ്കും എന്നോടകറ്റണമേ, ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി തന്ന് എന്നെ പോഷിപ്പിക്കണമേ. ആരും പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. തനിക്ക് നിത്യവൃത്തിക്ക് മാത്രമുള്ളത് തന്നാൽ മതി എന്ന് പ്രാർത്ഥിക്കുവാനുള്ള കാരണം, താൻ ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് പാപം ചെയ്യാതിരിപ്പാനും അധികം സമ്പത്തുണ്ടായിട്ട് ദൈവത്തെ മറന്നു പോകുവാനും ഇടയാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും ഹേതുവാകുന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. പണത്തോട് ആർത്തിയില്ലാത്ത ആ വ്യക്തിയുടെ സ്വഭാവ ശ്രേഷ്ഠത ഇവിടെ വെളിപ്പെടുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ആഗ്രഹത്തോടെ വ്യാജവും ഭോഷ്കും എന്നിൽ നിന്ന് അകറ്റണമേ എന്ന പ്രാർത്ഥനയിലും ദൈവം പ്രസാദിച്ചതായി അവിടെ പറഞ്ഞിരിക്കുന്നു. 51 സങ്കീർത്തനം ഒരു മാനസാന്തര പ്രാർത്ഥനയാണ്. ഊരിയാവിൻ്റെ ഭാര്യയെ മോഹിച്ച് ഭാര്യയാക്കിയതും ഊരിയാവിനെ കൊല്ലിച്ചതുമായ 2 വലിയ പാപങ്ങൾ ചെയ്ത ദാവീദ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നതാണ് ഈ സങ്കീർത്തനം. എൻ്റെ ലംഘനങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, ഈസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ അകൃത്യം പോക്കി എന്നെ വെടിപ്പാക്കണമേ എന്ന ദാവീദിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിച്ചു. ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും എന്ന് സദൃശവാക്യങ്ങൾ 28:13 പറയുന്നു. ദാവീദ് ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചതിനാൽ കരുണ ലഭിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെക്കുറിച്ച് പിന്നീട് ദൈവം പറഞ്ഞിരിക്കുന്നു. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെക്കുറിച്ച് കർത്താവ് ഒരു ഉപമ പറഞ്ഞത് ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായത്തിൽ കാണുന്നു. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ പിടിച്ചുപറിക്കാർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്നിങ്ങനെ സ്വയം നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ചുങ്കക്കാരനോ സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറുത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. 2 പേരുടെ വ്യത്യസ്ത പ്രാർത്ഥനകളാണ് ഇവിടെ കാണുന്നത്.
ദൈവസന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തി കുറവുകൾ ഏറ്റുപറഞ്ഞവനിൽ ദൈവം പ്രസാദിച്ചു. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതിൻ്റെ ഒരു റീസണാണ് അവിടെ പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന സെൽഫ് മോട്ടീവ് ആയിരിക്കരുത്. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഇടയാകണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. ആകയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കാത്രേ വേണ്ടത്. കർത്താവ് പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥന നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. കർത്തൃപ്രാർത്ഥനയിൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥന തുടങ്ങുന്നു. ദൈവേഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ദൈവഹിതത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കടങ്ങളും പാപങ്ങളും ക്ഷമിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഒരു പാറ്റേൺ ഇവിടെ കാണുന്നുണ്ട്. ഇത് ഓർത്തു വയ്ക്കുവാൻ ഒരു ടിപ്പ് പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ഇംഗ്ലീഷിൽ പ്രെയർ എന്നാണല്ലോ. പ്രെയർ പി എന്ന അക്ഷരത്തിലാണല്ലോ തുടങ്ങുന്നത്. പി എന്ന ആൽഫബറ്റിൽ തുടങ്ങുന്ന 5 വാക്കുകൾ ഓർത്തു വയ്ക്കുക. പി സ്റ്റാൻഡ്സ് ഫോർ പ്രൈസ്, പാർഡൺ, പെറ്റീഷൻ, പ്രൊട്ടക്ഷൻ ആൻഡ് പവർ. പ്രൈസ് ആൻഡ് വർഷിപ്പ്. ദൈവത്തിന് ആരാധന കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. ദൈവം ചെയ്ത ഉപകാരങ്ങളും നന്മകളും ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ ഇടയാകണം. രണ്ടാമത് പാർഡൺ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ആകയാൽ കുറവുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മൂന്നാമത് പെറ്റീഷൻ ഫോർ അവർ പ്രൊവിഷൻസ്. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. യാചിക്കും മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അവൻ അറിയുന്നത് കൊണ്ട് സ്തോത്രത്തോടെ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി. പ്രൊട്ടക്ഷൻ ആണ് അടുത്തത്. ദുഷ്ടൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാനായി പ്രാർത്ഥിക്കണം. ദുഷ്ടൻ്റെ യാതൊരു എതിർപ്പും ഫലിക്കാതിരിപ്പാൻ പ്രാർത്ഥനയിൽ പോരാടണം. അവസാനമായി പവർ. വി ഹാവ് ടു സ്റ്റാൻഡ് ഓൺ ദ പ്രോമിസസ് ഓഫ് ഗോഡ്സ് പവർ. ദൈവിക വാഗ്ദത്തങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവം നമുക്ക് പ്രാർത്ഥനയുടെ മറുപടി തന്നതിനായി സ്തോത്രം ചെയ്യുവാനിടയാകണം. എല്ലാ മഹത്വവും സ്തുതിയും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം പിടിച്ചുകൊള്ളുവാൻ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, പ്രയർ ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ വെപ്പൺസ്. ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ കൈക്കൊണ്ട് ഏത് സമയത്തും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ ദൈവം എല്ലാവർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥനയോടെ ദൈവത്തോടടുത്തിരിക്കുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.